ടൈം ലൈനിൽ ഒരല്പം മാറ്റം വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാം കൈവിട്ട് പോയിട്ടില്ല. കുറച്ചുകൂടെ ഒരു സാവകാശം ലഭിച്ചു എന്ന് കരുതുക. കുട്ടികളെ ആവശ്യമില്ലാതെ ഫോഴ്സ് ചെയ്യരുത്. എക്സാമിന് വേണ്ടി പഠിക്ക് എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യരുത്. നിനക്ക് വീണ്ടും സമയം കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യരുത്. അവരോട് കൂടെ ഇരിക്കുക. നിന്റെ ഈ അവസ്ഥയിൽ ഞങ്ങൾ കൂടെയുണ്ട്, നിനക്കാവുന്നത്ര നീ പരിശ്രമിക്കുക, നമുക്ക് വിജയം നേടാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ആവശ്യമൊന്നുള്ളത് സിലബസ് പ്രിപ്പറേഷൻ അല്ല, ഓൺലി റിവിഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അല്ല 14 years നിങ്ങൾ കണ്ണടച്ചിരുന്ന് പഠിക്കേണ്ട ഏതൊരു കാര്യവുമില്ല. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കറേജിലോട്ട് കൊണ്ടുവരിക, ധൈര്യപ്പെടുത്തുക. അതായത് മെന്റൽ ഫെറ്റീഗിൽ നിന്ന് നിങ്ങൾ ഫോർട്ടിറ്റ്യൂഡിലോട്ട് കയറി പോവുക, ധൈര്യത്തിലോട്ട് കയറി പോവുക എന്നതാണ്. അതിന് ഇവിടെ സ്കോർ നേടേണ്ടത് പാരൻസ് അല്ല, കുട്ടികളാണ് ഹൈ സ്കോർ നേടേണ്ടത്. അപ്പോൾ പാരൻസ് അവർക്ക് ഇവിടെ താങ്ങായി തണലായി നിൽക്കണം. അല്ലെങ്കിൽ നീ ചെന്ന് തൊട്ടാൽ എല്ലാം ഇങ്ങനെ തന്നെയാണ്, നിന്റെ കാര്യത്തിലെല്ലാം ഇങ്ങനെ സംഭവിക്കുള്ളൂ, ഇങ്ങനെയുള്ള കമൻസുകളൊന്നും കുട്ടികളോട് പറഞ്ഞ് കുട്ടികളെ നിങ്ങൾ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യുവാൻ പാടുള്ളതേ അല്ല. കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അവരുടെ ഹെൽത്തിൽ ശ്രദ്ധിക്കുക, അവരുടെ ഡയറ്റിൽ ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ട് നൽകുക. പോസിറ്റീവ് സപ്പോർട്ട് നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരു ടൈം ലൈനിൽ ഒരു വ്യത്യാസം വന്നു, 1-2 months അങ്ങോട്ട് മാറും അഡ്മിഷന്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സീറ്റ് അവിടെ വെയിറ്റിംഗ് തന്നെയാണ്, അതാർക്കും കൊടുത്തിട്ടില്ല. നമുക്ക് ഈ സാഹചര്യം അല്ലെങ്കിൽ ഈ എക്സാം റദ്ദ് ചെയ്യപ്പെട്ടത് ആകെ മോശമായി പോയി, അല്ലെങ്കിൽ ഇനി ഞാൻ എക്സാം എഴുതണമോ എന്ന് ചിന്തിക്കുന്നവർ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുക. ഈ എക്സാം ഇതിവിടെ റദ്ദ് ചെയ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ ഈ കള്ളത്തരങ്ങൾ പിടിക്കപ്പെട്ടിട്ടില്ല, ഈ മാൽ പ്രാക്ടീസ് ഒന്നും വെളിച്ചത്ത് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നാണ്. എന്നാൽ മാൽ പ്രാക്ടീസിലൂടെ എക്സാം എഴുതിയവർ 100 സ്കോറും മേടിച്ച് പോകുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ ഒരിടവും എത്തിപ്പെടാതെ പോകും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ ഇത് ഒരു നല്ലൊരു സാഹചര്യമാണ്, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയതാണ് എന്ന് നിങ്ങൾ, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് നമുക്ക് തന്ന ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ തന്ന ഒരു ചാൻസ് ആണ്. അതിനെ റീഫ്രെയിം ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. പാരൻസ് ആൻഡ് ചിൽഡ്രൻ, നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ്, നിങ്ങൾ അങ്ങനെ